നമസ്കാരം. ഇന്നത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി നോക്കാം ന്യൂസ് 360യിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കൊച്ചി മേയറാകാൻ VK മിനിമോൾ, മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ദീപ്തി മേരി വർഗീസ്. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ടീം തിരുവനന്തപുരത്ത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര 26 മുതൽ. ആഘോഷപൂർവ്വം വിജയം, വാനോളം അഭിമാനമായി LVM3 M6. അന്വേഷണം CPM ഉന്നതരിലേക്ക് നീളുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം മന്ദഗതിയിൽ. റാം നാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. കോഴിക്കോടിൽ ഗർഭിണിക്ക് നേരെ ക്രൂരത, ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് യുവതിയെ പൊള്ളലേൽപ്പിച്ച് പങ്കാളി. വാർത്തകൾ വിശദമായി. കൊച്ചി കോർപ്പറേഷൻ മേയറായി VK മിനിമോളെ തെരഞ്ഞെടുത്തു. ആദ്യ ടേമിൽ മിനിമോളും രണ്ടാം ടേമിൽ ഷൈനി മാത്യുവും മേയറാകും. എന്നാൽ തീരുമാനത്തിനെതിരെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. കൊച്ചി കോർപ്പറേഷനിൽ മേയർ പദവി വീതം വയ്ക്കുവാനുള്ള UDF തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. VK മിനിമോൾ മേയർ ആകുമെന്ന പ്രഖ്യാപനം വന്നതോടെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പരസ്യമായി വിയോജിപ്പ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആരുമായും ചർച്ച നടത്തിയില്ലെന്നും ദീപ്തി മേരി വർഗീസ് കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമമാണ് കോൺഗ്രസിൽ നയിക്കുന്നത്. ഇതിനായി അവർക്ക് മറ്റൊരു സുപ്രധാന പദവിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും നൽകാമെന്ന് നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് വിവരം. അതേസമയം കോൺഗ്രസിനുള്ളിലെ ഈ തർക്കങ്ങൾക്ക് പുറമെ UDFിലെ തന്നെ മറ്റൊരു പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് അർഹമായ ഡെപ്യൂട്ടി മേയർ പദവി നൽകാത്തതിലാണ് ലീഗിന്റെ പ്രധാന പ്രതിഷേധം. ഇതിൽ പ്രതിഷേധിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഭരണത്തിൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ലീഗ് ഇന്ന് ജില്ലാ നേതൃത്വ യോഗം ചേരുന്നുണ്ട്. മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ലീഗിന്റെ അതൃപ്തിയും പരിഹരിക്കുവാൻ UDF നേതൃത്വം വരും ദിവസങ്ങളിൽ നിർണായകമായ ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കായി തിരുവനന്തപുരത്തെത്തും. ഡിസംബർ 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലാണ് പരമ്പരയിലെ നിർണായക മത്സരങ്ങൾ നടക്കുക. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയ്ക്കെതിരെ T20 പരമ്പരയ്ക്കായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഡിസംബർ 26, 28, 30 തീയതികളിലായിട്ടാണ് പരമ്പരയിലെ 3 മത്സരങ്ങളും നടക്കുന്നത്. ആദ്യമായാണ് കാര്യവട്ടം സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്. എന്തായാലും പ്രമുഖ താരങ്ങൾ നിരവധി ഈ ശക്തമായ ടീമിനൊപ്പം മത്സരത്തിൽ എത്തുന്നുണ്ട്. മത്സരത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യവട്ടം സ്റ്റേഡിയത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം CPM ഉന്നതരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നീളുന്നതാണ് സർക്കാർ ഇടപെടലിന് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. കേസിന് രാജ്യാന്തര മാനദണ്ഡങ്ങളുണ്ടെന്നും ആന്റിക് മാഫിയ ഇതിൽ പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യുവാൻ തീരുമാനിച്ചു. ഡിസംബർ 26-ന് കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാവാൻ ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലും സ്വർണ്ണപ്പാളികകൾ നീക്കം ചെയ്തതിൽ ഭരണസമിതിക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന ആരോപണത്തിലുമാണ് അന്വേഷണം ഇവരിലേക്കും നീളുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രമുഖരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി മുൻപ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം നടപടികൾ കടുപ്പിക്കുന്നത്. നേരത്തെ 2 തവണ ചോദ്യം ചെയ്തപ്പോഴും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും വ്യക്തിപരമായ പങ്കില്ലെന്നും മുൻ അംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വർണം നീക്കം ചെയ്തതിൽ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും കണ്ടെത്താനാണ് ഈ സംഘത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങാനാണ് സാധ്യത. ഇന്ത്യയുടെ കരുത്തുറ്റ ബാഹുബലി റോക്കറ്റ് ചരിത്രം സൃഷ്ടിച്ചു. പതിവൊന്നും തെറ്റിക്കാതെ തന്നെ ISROയുടെ ബാഹുബലി 15-ാം മിനിറ്റിൽ വിജയം നേടി. ചെറിയ ഇടവേളയിൽ തുടർ ദൗത്യങ്ങൾ നേട്ടങ്ങളായി മാറുന്നു.
ISROയുടെ ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 US ഇന്നവേറ്ററായ AST സ്പേസ് മൊബൈലിന്റെ പുതുതലമുറ ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ആറിനെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചതായി ISRO അറിയിച്ചു. LVM-3MR എന്ന പേരിലായിരുന്നു ദൗത്യം. LVM-3യുടെ 8ാമത്തെ വിജയകരമായ ദൗത്യമാണിത്. ബഹിരാകാശത്ത് നിന്ന് സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ സമയം രാവിലെ 8:54 ശ്രീഹരിക്കോട്ടയിലെ 2ാം വിക്ഷേപണ തറയായ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. ബ്ലൂബേർഡ് ആറിന് ഏകദേശം 6100 കിലോഗ്രാം ഭാരമുണ്ട്. ഒരു ഇന്ത്യൻ റോക്കറ്റ് ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ പേലോഡാണിത്. ISROയുടെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിതെന്നും ISRO ചെയർമാൻ V നാരായണൻ പറഞ്ഞു. 43.5 മീറ്റർ ഉയരവും 640 ടൺ ഭാരവുമുള്ള LVM-3 ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ്. 2023 ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രയാൻ 3 ദൗത്യം ഉൾപ്പെടെ LVM-3ന്റെ ഇതിനു മുൻപുള്ള 7 ദൗത്യങ്ങളും വിജയകരമായിരുന്നു. സ്റ്റാർലിങ്ക് അല്ലെങ്കിൽ വൺവെബിൽ നിന്ന് വ്യത്യസ്തമായി IAST സ്പേസ് മൊബൈലിന്റെ സാങ്കേതിക വിദ്യ ദൈനംദിന സ്മാർട്ട് ഫോണുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. പ്രത്യേക ടെർമിനലുകളുടെയോ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെയോ ആവശ്യകത ഇല്ലാതെ തന്നെ കണക്ടിവിറ്റി സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. വാളയാറിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകും. വിവിധ വകുപ്പുകളിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ തുക ലഭ്യമാക്കാനാണ് നിലവിലെ ധാരണ. ആൾക്കൂട്ട കൊലപാതകത്തിൽ കേരളത്തിൽ ഒരു വ്യക്തിയെ ഇങ്ങനെ കൊലപ്പെടുത്തുക എന്നത് സർക്കാരിന് മാത്രമല്ല സംസ്ഥാനത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. മാത്രവുമല്ല, രാംനാരായണന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ് 30 ലക്ഷം രൂപ ധനസഹായം നൽകുവാൻ പ്രേരിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇതുണ്ടാകില്ല എന്ന ഓരോ മലയാളിയുടെയും തോന്നലിനെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ജോലി അന്വേഷിച്ചു വന്ന ഒരാൾ ഇത്തരത്തിൽ കൊല്ലപ്പെടുക എന്നത് എത്ര രൂക്ഷമായ സാഹചര്യമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നത് മാത്രമല്ല, ഇനി ആ കുടുംബം എങ്ങനെ മുൻപോട്ട് പോകും എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി നൽകേണ്ടത് കേരളമാണ്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിയാണ് കുടുംബം ആവശ്യപ്പെട്ട തുകയോട് അടുത്ത് നിൽക്കുന്ന ഒരു തുക തന്നെ നൽകുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കേസിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. കോഴിക്കോടിൽ 8 മാസം ഗർഭിണിയായ യുവതിയെ പങ്കാളി ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ക്രൂരമായി പൊള്ളിച്ചു. ലഹരിക്കടിമയായ ഷാഹിദ് റഹ്മാനാണ് ഈ അതിക്രമം നടത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം. പരിക്കേറ്റ യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 8 മാസം ഗർഭിണിയായ യുവതിയെ ആൺസുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പെരുവയർ സ്വദേശി ഷഹദ് റഹ്മാൻ ആണ് യുവതിയെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തത്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ഇയാൾ സംശയരോഗത്തെ തുടർന്ന് അക്രമം നടത്തിയത്. യുവാവ് പുറത്തുപോയ സമയത്ത് യുവതി ഓടി രക്ഷപ്പെട്ട് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് യുവതി നൽകിയ മൊഴി. നിലവിൽ ഇപ്പോൾ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ഇന്നത്തെ ഇതുവരെയുള്ള മുഴുവൻ വാർത്താവിശേഷങ്ങളും അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി നാളെ കാണാം.